കോട്ടയം വാകത്താനത്ത് സഹപ്രവർത്തകനെ കൊന്ന മാലിന്യക്കുഴിയിൽ തള്ളിയ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. കൊലപാതകത്തിൽ തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശിയായ 19-കാരൻ ലേമാൻ കിസ്കാണ് മരിച്ചത്. കൊലപാതകം നടന്ന കഴിഞ്ഞ മാസം 28-നാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു പ്രതി പിടിയിലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, ഈ പ്രതിയെ എപ്പോഴാണ് ഇന്ന് പിടികൂടാൻ സാധിച്ചത്? 6-നായിരുന്നു വാകത്താനത്തെ കോൺക്രീറ്റ് കമ്പനിയിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. 26-ാം തീയതി ഈ കൊല്ലപ്പെട്ട ലേമാൻ കിസ്ക് എന്ന് പറയുന്ന യുവാവ് അവിടെ കോൺക്രീറ്റ് മിക്സറിനുള്ളിൽ അകത്തേക്ക് കയറി ക്ലീൻ ചെയ്യുന്നതിനിടെയാണ് ഈ പാണ്ഡിതുര എന്ന് പറയുന്നയാൾ, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ളയാൾ, അവിടുത്തെ സ്വിച്ച് ഓൺ ചെയ്യുകയും അവിടെ നിന്ന് താഴെ വീണ ഇയാളെ അവിടുത്തെ സ്ലറി വേസ്റ്റ് കുഴിയിലേക്ക് തള്ളിയിട്ട് അത് മൂടി വെക്കുകയും ചെയ്തത്. 2 ദിവസത്തിന് ശേഷം കൈകൾ പൊങ്ങി വന്നതോടുകൂടിയാണ് ഈ കൊലപാതക വിവരം അറിയുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ പാണ്ഡിതുരയാണ് കൊലപാതകം നടത്തിയത് എന്ന് കണ്ടെത്തുകയായിരുന്നു. അവിടുത്തെ ഇലക്ട്രിക്കൽ വർക്ക് കൂടി ചെയ്തിരുന്നയാളായിരുന്നു ഈ പാണ്ഡിതുര. അതുകൊണ്ട് തന്നെ അവിടുത്തെ CCTV ഇൻവെർട്ടർ തകരാറാണെന്ന് പറഞ്ഞ് CCTV ദൃശ്യങ്ങളും ഈ കൊലപാതകം നടന്ന ദിവസങ്ങളിൽ CCTV പ്രവർത്തനരഹിതമാക്കിയിരുന്നു. പിന്നീട് അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പാണ്ഡിതുരെ ആണ് കൊലപാതകം നടത്തിയതെന്നും പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തത്. 26-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ കൊലപാതകം നടന്നത്. കൊലപാതകമായ വിവരം പുറത്തറിയുന്നത് 2 ദിവസങ്ങൾക്ക് ശേഷം 28-ാം തീയതിയായിരുന്നു. ഇപ്പോൾ പ്രതി പാണ്ഡിതുര പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. വാകത്താനം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വ്യക്തമാണ്. മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.